കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കഴിഞ്ഞ തവണ ഏറ്റെടുത്ത സീറ്റ് CPM മടക്കി നൽകുമോ? കുറ്റ്യാടി സീറ്റിൽ ഇത്തവണ കേരള കോൺഗ്രസ് എം അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രതിസന്ധിയായി മാറുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് ആ സീറ്റ് കൈമാറുന്നത് സംബന്ധിച്ച് CPM-നകത്ത് തന്നെ വലിയ തർക്കമുണ്ടാവുകയും ഒടുവിൽ UDF-ൽ നിന്ന് ആ സീറ്റ് ഇടതു മുന്നണി പിടിച്ചെടുക്കുകയാണ്. ചെറിയ വോട്ടിനായാലും പിടിച്ചെടുത്താണ്. ഇത്തവണത്തെ സാഹചര്യം നിർണായകമാണ്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേരള കോൺഗ്രസ് കുറ്റ്യാടി സീറ്റ് ആ ഒരു സീറ്റിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? കാരണം പൊതുവിൽ ഇടതുമുന്നണിയിൽ വലിയ പരിഗണന കിട്ടിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇത്തവണ ഈ സീറ്റിന്റെ പേരിൽ തർക്കം രൂക്ഷമാകുമോ? സജിത്ത്, വീണ്ടും ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റ്യാടി സീറ്റ് എന്ന ആവശ്യം തന്നെയാണ് അവർ പ്രഥമ പരിഗണന നൽകി അവർ ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുറ്റ്യാടി കിട്ടിയില്ല എങ്കിൽ തൊട്ടടുത്ത പേരാമ്പ്ര സീറ്റ് അവർ ചോദിക്കുന്നുണ്ട്. നേരത്തെ തൊട്ട് UDF-ലൊക്കെ അവർ പേരാമ്പ്ര പരിഗണിച്ചിരുന്ന സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഈ കുറ്റ്യാടി ആണെങ്കിലും പേരാമ്പ്ര ആണെങ്കിലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ കഴിഞ്ഞ തവണ തന്നെ ഒരു സീറ്റ് കൊടുത്ത സമയത്ത് CPM-ന് ഉണ്ടായൊരു പ്രാദേശിക പ്രതിസന്ധി, വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടതാണ്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് എമ്മിന് ആ സീറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. ഇനി പേരാമ്പ്ര അല്ലെങ്കിൽ പിന്നെയും പല സീറ്റുകളും ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് എം LDF-ന്റെ മുന്നിൽ ചർച്ചയ്ക്കായി. അതിലൊന്ന് നെന്മാറ സീറ്റാണ്. നെന്മാറ സീറ്റ് അല്ലെങ്കിൽ പിന്നീട് തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രൽ നമുക്കറിയാം, ഇടതുമുന്നണിയിൽ ആന്റണി രാജു, ഇടതുമുന്നണി തന്നെ ജയിക്കുന്നതാണ്. ഇത്തവണ ആന്റണി രാജു മത്സരിക്കാനില്ല. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ്, ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതായത് ഇനി കുറ്റ്യാടി തരില്ല എന്ന നിർബന്ധമുണ്ടെങ്കിൽ പകരം ഓപ്ഷനുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീറ്റ് നേടിയെടുക്കുക എന്നൊരു തന്ത്രമാണ് കേരള കോൺഗ്രസ് എം പയറ്റാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി തന്നെ അനൗപചാരിക ചർച്ചകളിലൂടെ അടക്കം ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമമായ വ്യക്തത, ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും 13 സീറ്റ് വേണം എന്ന ആവശ്യം ജോസ് കെ മാണി തന്നെ പല തവണ പറഞ്ഞതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് ആ പാർട്ടി നടത്തുന്നത്. സജിത്ത്, അതാണ് കേരള കോൺഗ്രസിന്റെ നീക്കം. അതാണ് എന്തായാലും ഒരു സമ്മർദ്ദം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സാധ്യമാകുമോ എന്ന ചോദ്യമാണ്. പൊതുവിൽ കേരള കോൺഗ്രസുമായുള്ള അത് തർക്കമായി മാറാൻ സാധ്യതയില്ല, മറിച്ച് ഇതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് സംഭവം. കുറ്റ്യാടി സീറ്റിനാണ് കേരള കോൺഗ്രസിന്റെ വാദം. കാരണം മുമ്പും അവർക്ക് അനുവദിച്ച സീറ്റാണ്. UDF-ലും ആ തരത്തിൽ അവകാശവാദങ്ങൾ അവർക്കുണ്ടായിരുന്നതാണ്. ഇടതുമുന്നണിയിൽ വന്നപ്പോഴുള്ള അത് അന്നത്തെ ആ ധാരണ പിന്നീട് തിരുത്തേണ്ടി വന്നു എന്നതാണ് സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.